കേരള കോൺഗ്രസ് എം ചെയർമാനായ ജോസ് കെ മാണി NDA സഖ്യത്തിൻ്റെ ഒപ്പം ചേക്കേറും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. മധ്യ തിരുവിതാംകൂറിൽ BJPക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കാൻ തന്നെയാണ് ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയത്. കൃത്യമായ രാഷ്ട്രീയ നീക്കമാണ് ജോർജ് കുര്യൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോട്ടയത്തും പത്തനംതിട്ടയിലും ഇടുക്കിയിലും ഒക്കെയായി ശക്തമായ വേരുറപ്പിക്കാനാണ് BJPയുടെ ശ്രമം. BJPക്ക് ദുർബലമായ പ്രദേശങ്ങളാണിവ. അവിടെ ശരാശരി ഒരു മണ്ഡലത്തിൽ 25,000 മുതൽ 30,000 മേളിലേക്ക് വോട്ട് ഷെയർ ഉയർത്താൻ BJPക്ക് പല മേഖലകളിലും കഴിയുന്നുണ്ട്. എന്നാൽ അതിനെ 40,000-ഉം 50,000-ഉം ആക്കാൻ കൃത്യമായ രാഷ്ട്രീയ നീക്കം നടത്താനുള്ള ശ്രമമാണ്. അതായത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ വാശിയേറിയ ത്രികോണ മത്സരം കൃത്യമായി കാഴ്ചവെക്കാൻ കഴിയും എന്ന വാശിയോടെ BJP നേതൃത്വം നീങ്ങുകയാണ്. ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എം NDAയിലേക്ക് ചെന്നാൽ തീർച്ചയായും അർഹതപ്പെട്ട സ്ഥാനം നൽകും എന്നാണ് BJP നേതൃത്വം വ്യക്തമാക്കുന്നത്. അതിനുവേണ്ടിയുള്ള രാഷ്ട്രീയ നീക്കമാണ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ജനപക്ഷം സെക്കുലർ, അതായത് PC ജോർജിൻ്റെ പാർട്ടി BJPയിലേക്ക് ലയിച്ചുകൊണ്ടാണ് ജോർജും മകനും BJP അംഗങ്ങളായത്. പത്തനംതിട്ട ലോക്സഭാ സീറ്റ് കിട്ടും എന്നായിരുന്നു PC ജോർജ് അവസാനം വരെ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പുതുമുഖമായ അനിൽ ആൻ്റണി, അതായത് AK ആൻ്റണിയുടെ മകനായ അനിൽ ആൻ്റണിക്കാണ് ആ സീറ്റ് കൊടുത്തത്. എന്നാൽ 2019 K സുരേന്ദ്രൻ നേടിയ വോട്ട് ഷെയർ പോലും അനിൽ K ആൻ്റണിക്ക് ഇത്തവണ കിട്ടിയില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. എന്നാൽ BJP തളർന്നിട്ടില്ല, വളർന്നിട്ടേ ഉള്ളൂ എന്നാണ് സംസ്ഥാന നേതൃത്വം അവകാശപ്പെടുന്നത്. നിലവിൽ ജോസ് കെ മാണി കൂടി BJPയുടെ സഖ്യകക്ഷിയായാൽ തീർച്ചയായും വലിയ രീതിയിലുള്ള മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നടത്താൻ കഴിയും എന്ന പ്രത്യാശയാണ് അവർ പങ്കുവയ്ക്കുന്നത്. അതിനോടൊപ്പം ജോസ് കെ മാണി കേന്ദ്രമന്ത്രിയാകും എന്നുള്ള രീതിയിൽ കേന്ദ്രം വാഗ്ദാനം കൊടുത്തിരിക്കുന്നു എന്ന കാര്യവും റിപ്പോർട്ടായി പുറത്തു വരുന്നു. ഈ കാര്യത്തിൽ വ്യക്തത വരാൻ ഇനിയും സമയമുണ്ട്. പക്ഷേ ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു, ജോസ് കെ മാണി വലിയ രീതിയിൽ ഇടതുപക്ഷത്ത് വീർപ്പ് മുട്ടിക്കഴിയുകയാണ്. ഇടതുപക്ഷവുമായി അത്രമേൽ അടുപ്പമൊന്നും ഇല്ല. ജോസ് കെ മാണി ഇനി BJPയിലോട്ട് എന്ന രീതിയിലേക്കാണ് പോകുന്നത്. കൃത്യമായും നിരവധിയായ ചോദ്യങ്ങൾ ഇവിടെ ഉയരുന്നുണ്ട്. ജോസ് കെ മാണിക്ക് ഇനി രാജ്യസഭാ അംഗത്വം ഇടതുപക്ഷത്തിൽ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ലഭിക്കുക? കേരളത്തിൽ നിന്നും രാജ്യസഭാ അംഗമാകാൻ കഴിയില്ല. കാരണം BJPക്ക് ഒരു MLA പോലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ എങ്ങനെ എന്നുള്ള ചോദ്യത്തിന് മറ്റെവിടെന്നെങ്കിലും നിന്ന് മത്സരിക്കുക എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എമ്മിനെ BJPയിലേക്ക് ലയിപ്പിക്കണം എന്ന നിർദ്ദേശം ചില നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് പ്രാബല്യമാകുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതാണ്. ഏതായാലും UDFയിലേക്ക് ഒരിക്കലും ഈ വ്യക്തിയെയോ വ്യക്തിയുടെ പാർട്ടിയോ എടുക്കാൻ ഒരു താല്പര്യവുമില്ല എന്ന് UDFും KPCCയും ഒരേപോലെ തന്നെ വ്യക്തമാക്കിയതാണ്. അങ്ങനെ UDFിൻ്റെ വിജയസാധ്യതകളെ തല്ലിക്കെടുത്താൻ തങ്ങൾ തയ്യാറല്ല എന്നും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു.